നമസ്കാരം. ബിഗ് ബോസിലൂടെ ജനശ്രദ്ധ നേടുകയും അതുവഴി ജീവിതം തന്നെ മാറിമറിയുകയും ചെയ്ത ഒരുപാട് പേരുന്നുണ്ട്. അതിൽ ഇടവേളകളില്ലാതെ എന്നും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അഖിൽ മാരാർ. ഈ പേര് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ സുപരിചിതമാണ്. ഒരു സാധാരണക്കാരിൽ നിന്ന് മണിക്കൂറിന് ലക്ഷങ്ങൾ വരെ പ്രതിഫലം വാങ്ങുന്ന നിലയിലേക്കാണ് അഖിൽ മാരാരുടെ വളർച്ച. തനിക്ക് നേരെ നെഗറ്റീവ് കമന്റുകളുമായി വരുന്നവർക്ക് മുന്നിൽ തന്റെ നേട്ടങ്ങളുടെ കണക്ക് അഖിൽ മാരാർ നിരത്തുന്നുണ്ട്. ജനകീയ കോടതി എന്ന പരിപാടിയിൽ മൈത്രേയൻ നടത്തിയ ചില പരാമർശങ്ങളോട് അഖിൽ മാരാർ പ്രതികരിച്ചത് വൈറലായിരുന്നു. അവതാരകന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മൈത്രേയനെ 15 മിനിറ്റ് കൊണ്ട് പൂട്ടിക്കെട്ടിയേനെ എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. മൈത്രേയനെ സംവാദത്തിനും അഖിൽ മാരാർ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകൾക്കാണ് അഖിൽ മാരാരുടെ മറുപടി. മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ കുറെ വിയർക്കും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ബോധതലത്തിൽ ഉയർന്ന ചിന്തയുള്ളവർക്ക് മൈത്രേയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അഖിൽ മാരാരുടെ ഈ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതേസമയം ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ളാറ്റും ബെൻസും മിനി കൂപ്പറും BMW ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടല്ല. അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പഠിച്ചും സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും നിശ്ചയദാർഢ്യത്തോടെ നിശാന്ത പരിശ്രമം ചെയ്ത് നേടി എടുത്തതാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞ 2017 ഒരു കാർഷിക വായ്പ എടുത്തതിന്റെ പലിശ വർഷത്തിൽ 10,000 രൂപ അടയ്ക്കാൻ ഇല്ലാതെ, CC മാസം 2,700 രൂപ അടയ്ക്കാൻ കഴിയാതെ മുത്തൂറ്റ് ഫിനാൻസുകാർ കൊണ്ടുപോയ ട്വിസ്റ്റർ ബൈക്കും പിന്നീട് ഇൻഷുറൻസ് പോലും എടുക്കാതെ CC അടയ്ക്കാതെ കൊണ്ടു നടന്ന ഒരു 120 കാറും പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട സിവിൽ സ്കോർ തിരികെ പിടിക്കുകയായിരുന്നു. 2 ലക്ഷം കാർഷിക വായ്പ പലിശ സഹിതം റവന്യൂ റിക്കവറി ചാർജ് ഉൾപ്പെടെ 5.7 ലക്ഷം അടച്ചു ക്ലോസ് ചെയ്തു. 70,000 രൂപ പെൻഡിങ്ങിന് 45,000 രൂപ അടച്ചു ക്ലോസ് ചെയ്തു. 15,000 ക്രെഡിറ്റ് കാർഡ് 1.25 ലക്ഷം അടച്ചു ക്ലോസ് ചെയ്തു. 30,000 രൂപയുടെ ഫോൺ എടുക്കാൻ ലോൺ തരാതിരുന്ന ബാങ്ക് ഇപ്പോൾ 50 ലക്ഷം ക്യാഷ് ലോൺ തരാമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. പണമില്ലെങ്കിലും വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുടുംബവും നാടും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പട വെട്ടിക്കയറി എനിക്ക് നിങ്ങളുടെ കമന്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കുമെന്നും അഖിൽ മാരാർ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അഖിൽ മാരാരുടെ ഈ വളർച്ച മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ളതാണ്.